നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ഫെബ്രുവരി 11 ഈ വർഷത്തെ മകരമാസത്തിലെ തൈപ്പൂയം, അതായത് കൊല്ലവർഷം 1200 മകരം 29 ചൊവ്വാഴ്ചയാണ്. പൂയം നക്ഷത്രത്തിലാണ് തൈപ്പൂയം ആഘോഷിക്കുന്നത്. തൈപ്പൂയം എന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഇഷ്ടവരങ്ങൾ നൽകുന്ന ശ്രീ മുരുകന്റെ ജന്മദിനം, സുബ്രഹ്മണ്യ ഭക്തർക്ക് സാഫല്യമാകുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്ന സേനാനായകനായ സുബ്രഹ്മണ്യയുടെ ജന്മദിനം എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകും. അപ്പം അതിന് പ്രത്യേകിച്ചും തെക്കൻ ഇന്ത്യക്കാരാണ് കൂടുതൽ. തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് തൈപ്പൂയം കൂടുതലായി ആഘോഷിക്കുന്നത്. അപ്പം തൈപ്പൂയം എന്നാൽ തമിഴ്നാട്ടിൽ പറയുന്ന തൈപ്പൂസം എന്ന ഒരു തമിഴരുടെ ഒരു ആഘോഷത്തിന്റെ ഒരു പ്രധാന ഉത്സവമാണ്. അതായത് തായ് മാസത്തിലെ പൂർണിമയാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. തായ് മാസത്തിലെ പൂർണിമയിലാണ് ശരിക്കും ഈ തൈപ്പൂയം ആഘോഷിക്കുന്നത്. അപ്പൊ ഈ പ്രാവശ്യത്തെ തൈപ്പൂയം വരുന്നത് ഫെബ്രുവരി 11 ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച മുരുകന്റെ ദിവസമാണ്. ചൊവ്വ എന്ന ഗ്രഹത്തെ മുരുകന്റെ കാരകത്വമായി കാണുന്നു. അപ്പൊ ചൊവ്വാഴ്ചയും കൂടി ആയതുകൊണ്ട് പ്രത്യേകത കൂടുതലാണ്. തൈപ്പൂയ ദിവസം ശരിക്കും കാവടി എടുക്കുക എന്നുള്ളതൊരു വലിയ ആഘോഷമാണ്. എല്ലാ മുരുകക്ഷേത്രങ്ങളിലും പുലർച്ചെ മുതൽ പാൽക്കാവടി, രാവിലെ പാൽക്കാവടി, പഴനി, തിരുച്ചെന്തൂർ, അതുപോലെ തിരുപ്പറംകുണ്ടം, 6 ഭാവങ്ങൾ, പുതുമൽച്ചോല, അതുപോലെ തിരുത്തണി തുടങ്ങിയ എല്ലാ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും, ഉദയനാപുരം, ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, അതുപോലെ തന്നെ പെരളശ്ശേരി നാഗരാജ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും പൂയം നാളിൽ, അതായത് പ്രത്യേകിച്ച് തൈപ്പൂയ നാളിൽ, അതായത് മകരമാസത്തിലെ പൂയം നാളിൽ, അതും പൗർണമിയോടുകൂടി ചേർന്ന് വരുന്ന പൂയം നാളിൽ ശരിക്കും ഭഗവാന്റെ ജന്മദിനമായി ആഘോഷിക്കുന്നതിന് ആട്ടും പാട്ടും ആഘോഷങ്ങളുമാണ്. അതിന് കാവടി എടുത്ത് തുള്ളി കൂട്ടം കൂട്ടമായി ക്ഷേത്രങ്ങളിലേക്ക് വന്ന് പനിനീരഭിഷേകം, പാലഭിഷേകം, അതുപോലെ തന്നെ വൈകുന്നേര സമയമാണെങ്കിൽ ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, കളഭം അഭിഷേകം, എല്ലാവിധത്തിലുള്ള അഭിഷേകവും കാവടിയിൽ കെട്ടിയും കുടത്തിലാക്കിയും ഒക്കെ വരുന്നുണ്ട്. കാവടിയാട്ടമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രദേശം. താളമേളങ്ങളോടെ ഭഗവാന്റെ ജന്മദിനം വളരെ സസന്തോഷം ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം. പ്രത്യേകിച്ചും കാവടി എടുക്കുമ്പോൾ എല്ലാവരും, ആ കാവടി എടുക്കുന്നവരൊക്കെ വ്രതം എടുത്തിട്ടാണ്. ചുരുങ്ങിയത് 2 ദിവസത്തെ വ്രതമെങ്കിലും, 48 മണിക്കൂറെങ്കിലും വ്രതം എടുക്കണമെന്നാണ്. തലേ ദിവസം മുതൽ കാപ്പ് കെട്ടി ശരിക്കും മാലയൊക്കെ ഇട്ടിട്ടാണ് കാവടി എടുക്കാനായിട്ട് വ്രതമിടുന്നത്. ഓറഞ്ച് നിറത്തിലോ അല്ലെങ്കിൽ കാവി നിറത്തിലുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്. കാവി വസ്ത്രമോ ആയിക്കോട്ടെ, ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രമോ അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള വസ്ത്രമൊക്കെ അതിനായിട്ട് കാവടി ഗ്രൂപ്പുകാർക്ക് തന്നെ പ്രത്യേക യൂണിഫോമൊക്കെ ഉണ്ട്. അവർ ആ വസ്ത്രം മേൽമുണ്ടും ഇങ്ങനെ ഷോളായി പുതച്ചുകൊണ്ട് സ്ത്രീകളും കാവടി എടുക്കാറുണ്ട്. പക്ഷെ പ്രായപൂർത്തി എത്തിയവരങ്ങനെ എടുക്കാറില്ല. ചെറുപ്പക്കാരും എടുക്കുകയൊക്കെ ചെയ്യാം. സുബ്രഹ്മണ്യ സ്വാമിയുടെ വഴിപാട് ആർക്കും വളരെ നന്നായിട്ട് ചെയ്യാം. അപ്പൊ കാവടിയാട്ടം ഒരു വലിയ വിശേഷമാണ്. പൂശന്നാളിൽ വ്രതമെടുത്ത് കാവടിയാടി ഭഗവാൻ അഭിഷേകം ചെയ്തതിന് ശേഷം മാത്രമാണ് ഭക്ഷണം കഴിക്കുക. ജലം, പാനീയം പോലും കഴിക്കാതെ വ്രതമെടുത്ത് ഇത് കാവടിയാടുന്നവരുണ്ട്. ജലമൊക്കെ, കുറച്ച് ജ്യൂസും ജലവും ഒക്കെ കഴിച്ചിട്ട് ഇത് കാവടിയാടുന്നവരുണ്ട്. വേൽമാറൽ എന്ന
ഒരു തമിഴരുടെ ഒരു പ്രധാന സ്തുതിയാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ സ്കന്ദഷഷ്ടി കവചം പോലെ പ്രാധാന്യമുള്ള ആ വേൽമാറൽ എന്ന കവിതകൾ ചൊല്ലിയിട്ട് നല്ല നല്ല പാട്ടുകൾക്ക് താളമടിച്ചുകൊണ്ട് താളമേളങ്ങളോടെയാണ് കാവടി എടുക്കുന്നത്. ഇതെടുക്കുമ്പോൾ എല്ലാ ദോഷങ്ങളും മറന്ന് ആഘോഷിക്കുകയാണ്. ശൂരപത്മന്റെ വധമെല്ലാം കഴിഞ്ഞ് വിജയിച്ചു വരുന്ന അമ്മ നൽകി, അല്ലെങ്കിൽ യുദ്ധത്തിന് പോകുന്ന സമയത്ത് അമ്മ കൊടുത്ത ശൂലം കൊണ്ട് വരുവാണ് ഭഗവാൻ. ഇങ്ങനെ എല്ലാവിധ സന്തോഷത്തോടുകൂടി വരുമ്പോൾ ആറാടി കാവടി എടുത്തുകൊണ്ട് ആഘോഷങ്ങളോടുകൂടി പല വർണ്ണങ്ങളിലുള്ള കാവടികൾ എടുത്ത് ഭഗവാനെ എതിരേൽക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ഭഗവാന്റെ പിറന്നാൾ വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കർക്കിടകം, അതായത് കർക്കിടകൻ രാശിയിലാണല്ലോ തൈപ്പൂയം വരുന്നത്. അപ്പൊ അവിടെ ചന്ദ്രൻ ഉച്ചസ്ഥനായത് വേണ്ട അമ്മയുടെ പാർവതീദേവിക്കും വളരെ സന്തോഷം നൽകുന്ന, കാർത്തികാദേവിമാർക്കും എല്ലാവർക്കും സന്തോഷം നൽകുന്ന, ശരിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നുപോലെ സന്തോഷം നൽകുന്ന, എല്ലാവരും ഒരുമിച്ച് ഐക്യത്തോടുകൂടി വ്രതമെടുത്ത് ആഘോഷിക്കുന്ന ഒരു വിശേഷമാണ് തൈപ്പൂശം. സ്ത്രീ പുരുഷ ഭേദമന്യേ, അതുപോലെ തന്നെ കുട്ടികൾ മുതൽ പടുവൃദ്ധന്മാർ വരെ ഒരുവിധം എഴുന്നേറ്റ് നിൽക്കാൻ പാടുള്ളവരെല്ലാവരും കാവടി എടുക്കാനായി ശ്രമിക്കും. അതിന് വ്രതമെടുത്ത് പ്രാർത്ഥന ചൊല്ലി ശേഷം കാവടി എടുത്താടി ഭഗവാന്റെ അടുത്ത് ഈ പാലഭിഷേകമോ ഭസ്മാഭിഷേകത്തിനുള്ള കുംഭങ്ങൾ നിറച്ചിട്ടാണ് വന്ന് കാവടി ആടുന്നത്. ഇത് കുറച്ച് വീട്ടിൻ്റെ അടുത്തുനിന്ന് തന്നെ ഘോഷങ്ങളോടുകൂടി പുറപ്പെട്ട് ക്ഷേത്രസന്നിധിയിലേക്കുള്ള യാത്ര തന്നെ വളരെ അലങ്കാരങ്ങൾ നിറഞ്ഞതാണ്. അപ്പൊ ഈ ദിവസം പ്രാർത്ഥനകളൊക്കെ ചെയ്തു കഴിയുമ്പോൾ എന്തെല്ലാം സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് മൂലം, തൈപ്പൂയം ആഘോഷിക്കുന്നത് മൂലം എന്തെല്ലാം ഗുണഫലങ്ങളാണ് നമുക്ക് വന്നു ചേരുന്നത് എന്ന് നമുക്ക് നോക്കാം. കാരണം ചൊവ്വയുടെ കാരകത്വം ഉള്ള സേനാനായകനായ മുരുകനെ പ്രാർത്ഥിക്കുന്നത് മൂലം എല്ലാ ശത്രുദോഷങ്ങളും മാറിക്കിട്ടും, ഭൂമി സംബന്ധമായ തർക്കങ്ങളെല്ലാം മാറിക്കിട്ടും. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, ക്രയവിക്രയങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം കിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് ഓരോ രാശിക്കാരുടേതായ ഈ തൈപ്പൂയം നന്നായി പ്രാർത്ഥനയും വ്രതവും എടുത്ത് ആഘോഷിക്കുമ്പോൾ ഏതെല്ലാം രാശിക്കാർക്ക് എന്തെല്ലാം ഗുണഫലങ്ങൾ കിട്ടും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം ഓരോ രാശിക്കാരുടെയും ഗുണഫലങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മേടം രാശിക്കാർക്ക് ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ ഒരു പ്രത്യേകതയാണ്. അപ്പൊ തീർച്ചയായിട്ടും സാമ്പത്തിക നില സുസ്ഥിരമാകും. നല്ല ഭാഗ്യാനുഭവങ്ങൾ അതായത് മേടൻ രാശിക്കാരുടെ രാശിയാധിപനാണ് 3-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പൊ തൈപ്പൂയം ആഘോഷിക്കുന്നത് മൂലം സാമ്പത്തിക നില സുസ്ഥിരമാകും. പല സ്രോതസ്സുകളിൽ നിന്നും പണം ലഭിക്കും. സ്ഥാവര സ്വത്തുക്കൾ, വീട്, വാഹനം, സ്വർണ്ണാഭരണങ്ങൾ എന്നിവ അധീനതയിൽ വരും. കുടുംബസ്വത്ത് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം ലഭിക്കും. സർക്കാർ ജോലിയോ മറ്റ് സ്ഥിര ജോലികളോ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ജോലിയുള്ളവർക്കാണെങ്കിൽ ജോലിയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥാനമാറ്റവും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും ഉയർന്ന മാർക്ക് ലഭിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. വിവാഹം നടക്കാത്തവർക്ക് വിവാഹഭാഗ്യവും, ഗർഭിണികൾക്ക് പുതുഭാഗ്യം, അതായത് ഗർഭിണികളായിരിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യം, പുത്രഭാഗ്യവും വരെ ഉണ്ടാവാനുള്ള യോഗം ഉണ്ടാകുന്നു. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകും. അത് വിവാഹത്തിൽ ചെന്നെത്തുകയും ചെയ്യും. പിരിഞ്ഞു താമസിക്കുന്ന ദമ്പതികൾക്ക് പുനഃസമാഗമം ഉണ്ടാകും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗവും വന്നു ചേരും. രാഷ്ട്രീയക്കാർക്ക് അനുകൂല സമയം. രാഹുർദശയിൽ കഴിയുന്നവർക്കും ചൊവ്വാദശയിൽ കഴിയുന്നവർക്കും ഈ തൈപ്പൂയം ആഘോഷിക്കുന്നതുകൊണ്ട് വന്നു ചേരാവുന്ന കഷ്ടതകളെല്ലാം, രാഹുവിൻ്റെ അപഹാരകാലം, ചൊവ്വയുടെ അപഹാരകാലം എല്ലാ കഷ്ടതകളും മാറി അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇടവൻ രാശി. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജാമ്യം നിൽക്കുന്നത് ഒരു തരത്തിലും നല്ലതല്ല. വ്യവഹാരങ്ങൾ ഒഴിവാക്കുക. കടം തീർക്കുന്നതിനായി കുടുംബസ്വത്തിന്റെ ഒരു ഭാഗം വിറ്റിട്ടാണെങ്കിലും കടം വീട്ടി എന്നത് വളരെ അത്യാവശ്യമാണ്. ഏറെ ശ്രമഫലമായി കിട്ടുന്ന ജോലി നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം.
സർക്കാർ ജോലിയുള്ളവർക്ക് സ്ഥാനക്കയറ്റത്തിനായി അല്പസമയം കൂടി കാത്തിരിക്കണം. ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുവാൻ സമയമെടുക്കും. അതിനായി പ്രാർത്ഥനകൾ ആവശ്യമാണ്. ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം. ഗുരുതര രോഗികൾക്ക് കൃത്യസമയത്ത് ഔഷധ സേവ നടത്തണം. വീട്, വാഹനം എന്നിവയുടെ റിപ്പയർ ആവശ്യമായി വരും. വിവാഹം നടക്കുമെങ്കിലും വിവാഹ ജീവിതത്തിൽ ചില താളപ്പിഴകൾ വന്നു ചേരുവാൻ യോഗം കാണുന്നു. ബിസിനസ്സുകാർക്ക് ഉദ്ദേശിച്ച ലാഭം ലഭിക്കില്ലെങ്കിലും നഷ്ടക്കച്ചവടമായിരിക്കുകയില്ല. വിദ്യാർത്ഥികൾ പഠനത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തണം. പൊതുപ്രവർത്തകർക്ക് കാലം അനുയോജ്യമാകാൻ അല്പം കാത്തിരിക്കേണ്ടതായി വരും. ഭാഗ്യസ്ഥാനം അനുകൂലമായി വരുന്നതിനാൽ ഭാഗ്യാധിപനായ ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നതിനാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ തൈപ്പൂയ നാളിൽ വ്രതമെടുത്ത് പ്രാർത്ഥന നടത്തി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ചൊവ്വയുടേതായ എല്ലാ ആനുകൂല്യങ്ങളും, വ്യാഴത്തിൻ്റെതായ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ശുക്രൻ്റെതായ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. മിഥുനക്കൂറുകാർക്ക് ധനവരവ്, അപ്രതീക്ഷിത ധനവരവ് ഉണ്ടാവും. സ്ഥാവരസ്വത്തുക്കൾ അനുഭവത്തിൽ വരും. വീടും വാഹനവും വാങ്ങുവാനുള്ള സാധ്യതകൾ വന്നു ചേരും. ബിസിനസ്സിൽ ഉയർന്ന ലാഭമുണ്ടാകും. കാരണം രാശിയിൽ തന്നെയാണ് സുബ്രഹ്മണ്യസ്വാമി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് മൂലം ഇവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഗുണഫലങ്ങൾ വന്നു ചേരുന്നതിനുള്ള യോഗം കാണുന്നു. ബിസിനസ്സിലെ പങ്കാളിയുമായി യോജിച്ചു പോകും. തൊഴിൽ തർക്കങ്ങൾ മാറിക്കിട്ടും. സർക്കാർ ജോലിക്കോ സ്ഥിരമായ ജോലിക്കോ യോഗം കാണുന്നു. ജോലിയിലുള്ളവർക്ക് അനുകൂലമായ സ്ഥലമാറ്റത്തിനുള്ള യോഗവും വന്നു ചേരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അവിവാഹിതർക്ക് വിവാഹ സാധ്യതകൾ വന്നു ചേരും. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യവും വന്നു ചേരും. ആരോഗ്യം മെച്ചപ്പെടും. കുടുംബസുഖം ലഭിക്കും. വിദേശയാത്രാ സ്വപ്നം സാക്ഷാത്കരിക്കും. ആയതിനാൽ ഷഷ്ടിവ്രതം എടുക്കുകയും പൂയം നാളിൽ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മകരമാസത്തിലെ പൗർണമി ദിവസത്തിൽ വരുന്ന ഈ തൈപ്പൂയം പൂർണ്ണവ്രതമെടുത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കാവടിയാടുന്നത്, എല്ലാ പൂജകളിലും പങ്കെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവ യോഗ്യമായി തീരും. സേനാനായകനായ സുബ്രഹ്മണ്യസ്വാമി സ്വന്തം രാശിയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് മിഥുനൻ രാശിക്കാർക്ക് അപ്രതീക്ഷിത ധനലാഭങ്ങളും പ്രതീക്ഷിക്കാം. കർക്കിടകക്കൂറുകാർക്ക് സ്വന്തം രാശിയിൽ തന്നെ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ അമ്മയുടെ പൂർണ്ണ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. അമ്മയുടെ അനുഗ്രഹത്തോടൊപ്പം തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൂടി ലഭിക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവയോഗത്തിൽ വരും. പൗർണമി ആയതിനാൽ ദുർഗാദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുന്നത് വളരെ ഗുണഫലം ചെയ്യും. സർക്കാർ സഹായത്തോടെ ഭവന നിർമ്മാണം നടത്തും. ധനസമാഹരണത്തിന് സ്വർണം പണയം വയ്ക്കേണ്ടതായോ വിൽക്കേണ്ടതായോ വരും. ദൂരദേശത്തേക്ക് സ്ഥലം മാറ്റം ഉണ്ടാവും. കൂടുതൽ ഉത്തരവാദിത്വം ജോലിയിൽ ഏറ്റെടുക്കേണ്ടതായി വരും. മെഡിക്കൽ ബില്ലുകൾ അല്പം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജോലി പൂർത്തിയാക്കേണ്ടതായി വരും. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. പ്രണയബന്ധങ്ങളിൽ ചെന്നുപെടുമ്പോൾ മറ്റുള്ളവരുടെ അപ്രീതിക്ക് കാരണമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും. അധ്യാപകരുമായി വാക്കുതർക്കത്തിന് ഇടവരരുത്. പരീക്ഷകളിൽ പരാജയഭീതി ഉണ്ടാകും. സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിച്ച എല്ലാ ദോഷങ്ങളും മാറ്റേണ്ടതാണ്. ഭഗവാന്റെ ഒരു വേൽ സമർപ്പിക്കുകയും തൈപ്പൂയ നാളിൽ കാവടിയെടുത്ത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വ്രതം കൂടി എടുത്താൽ വളരെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. എല്ലാ സന്താന സൗഭാഗ്യത്തിനും വേണ്ടി രക്ഷിതാക്കൾ തൈപ്പൂയ വ്രതമെടുത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി സ്കന്ദഷഷ്ഠി കവചം പോലെ തന്നെ വേൽമാറൽ ശ്ലോകം ചെല്ലുന്നത് വളരെ നന്നായിരിക്കും. സുബ്രഹ്മണ്യസ്വാമിയുടെ കീർത്തനങ്ങൾ ആലപിക്കുന്നതും ഹരഹരോ എന്ന മന്ത്രജപത്താൽ ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉറപ്പാക്കുന്നതാണ്.
ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ സൗഭാഗ്യങ്ങളും ഒന്നൊന്നായി വന്നു ചേരുന്നതാണ്. 11ാം ഭാവത്തിൽ നിൽക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം പൂർണ്ണ ദൈവാധീനം വരുത്തുന്നതാണ്. കാരണം സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് മൂലം ഇവർക്ക് സ്ഥലം വിൽക്കുവാനുള്ള, ക്രയവിക്രയത്തിനുള്ള സാധ്യതകൾ, കണ്ടകശനിയുടെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും. പൊതുവേ പറഞ്ഞാൽ ചിങ്ങൻ രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ പണം വന്നു ചേരും. വീട്, സ്വർണ്ണാഭരണങ്ങൾ, രത്നങ്ങൾ ഇവ കൈവശം വന്നു ചേരും. ഇന്റർവ്യൂവിൽ വിജയിക്കും. തൊഴിലന്വേഷിക്കുന്നവർക്ക് സർക്കാർ സ്ഥാപനങ്ങളിലോ സ്വകാര്യ സ്ഥാപനങ്ങളിലോ ജോലി ലഭിക്കും. താൽക്കാലികമായി ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരീകരണം ലഭിക്കും. അനുകൂലമായ സ്ഥലമാറ്റം ലഭിക്കും. ജോലിയിൽ ഉയർന്ന പദവി ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂല സ്ഥിതി. വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൽ നേട്ടം വരും. കുടുംബത്തിൽ മനസ്സമാധാനമുണ്ടാവും. അവിവാഹിതർക്ക് വിവാഹഭാഗ്യം വരും. ഗർഭിണികൾക്ക് സൽപുത്ര സന്താന ഭാഗ്യവും ഉണ്ടാകും. പ്രേമത്തിൽ പുരോഗതി ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കും. അവർക്ക് ഉയർന്ന ധനലാഭവും പ്രതീക്ഷിക്കാം. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരുമെന്നതൊഴിച്ചാൽ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉന്നത പദവി ലഭിക്കും. നറുക്കെടുപ്പ്, ചിട്ടി എന്നിവയിൽ വിജയം വന്നു ചേരും. ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം എന്നിവയിലും നേട്ടമുണ്ടാകും. പൊതുവേ പറഞ്ഞാൽ കണ്ടകശനി കാലമായതിനാലും വ്യാഴം 10ൽ നിൽക്കുന്നതിനാലും കഷ്ടതകൾ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. എന്നിരുന്നാൽ പോലും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തൈപ്പൂയ നാൾ വ്രതമെടുത്ത് 48 മണിക്കൂർ വ്രതമെടുത്ത് ഭഗവാനെ ഉപാസിക്കുകയും കാവടിയെടുക്കുകയും ക്ഷേത്ര ദർശനം നടത്തി അഭിഷേകം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവിധ ഗുണഫലങ്ങളും അനുഭവയോഗ്യമായി തീരുന്നതാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിലേക്കാണ് ചൊവ്വ, അതായത് സുബ്രഹ്മണ്യ സ്വാമിയുടെ സ്ഥാനം. മിഥുനൻ രാശി അല്പം മോശം രാശി ആണെങ്കിൽ പോലും, ചൊവ്വയെ സംബന്ധിച്ച് ശത്രുക്ഷേത്രമാണെങ്കിൽ പോലും കന്നിരാശിക്കാർക്ക് 10ാം ഭാവത്തിൽ വരുന്നത് മൂലം കർമ്മരംഗത്ത് അനുകൂലമായ സാധ്യതകൾ ഈ പുഷ്യൻ നാളിൽ പ്രാർത്ഥനകൾ ചെയ്യുന്നത് മൂലം ഉണ്ടാവും. അതുപോലെ തന്നെ 11ൽ ചന്ദ്രൻ ഇഷ്ടസ്ഥാനത്ത് വരുന്ന ദിവസം കൂടി ആയതുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമാകും. നാരായണി സ്തുതി ജപിക്കുന്നത് മൂലം ഈ പൗർണമി നാളിൽ, അതായത് ഈ തൈപ്പൂയ നാളിൽ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് മൂലം ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. വീട് പണി തീർത്ത് വീട് വാങ്ങാനും ഗൃഹപ്രവേശനം നടത്താനും സാധിക്കും. തൊഴിൽ മേഖലകളിലുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയും. വീഴ്ചകളും പതനങ്ങളും ഒഴിവാക്കുക. അതുപോലെ തന്നെ വിദഗ്ധ ചികിത്സയുടെ ആവശ്യം വേണ്ടിവരും. അതിനും തയ്യാറാവുക. ഈശ്വരാധീനം കൊണ്ട് ആരോഗ്യം നിലനിർത്തുവാൻ സാധിക്കും. പ്രണയത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതായ സാഹചര്യം വരും. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകും. വിദേശയാത്രയും സാനുകൂല്യത്തിൽ വരും. ബിസിനസ്സിൽ ഉദ്ദേശിച്ച നേട്ടം കൈവരികയില്ല. അല്പം മനഃവിഷമത്തിന് ഇത് കാരണമാകും. പൊതുപ്രവർത്തകർ അനാവശ്യമായ പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുക, അല്ലെങ്കിൽ മനപ്രയാസത്തിനുള്ള സാഹചര്യം ഉണ്ടാവും. തീർച്ചയായും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക. പനിനീരഭിഷേകം, പാലഭിഷേകം, ഭസ്മാഭിഷേകം ഒക്കെ കഴിച്ച് ഷഷ്ടികവചവും വേൽമാറൽ ശ്ലോകവും അതുപോലെ തന്നെ ഹരഹരോ എന്ന മന്ത്രജപത്താൽ കാവടിയെടുത്ത് പ്രാർത്ഥന നടത്തുന്നത് എല്ലാവിധ ദോഷങ്ങളും മാറുന്നതിന് സഹായകമാകും. ഇനി തുലാരാശി. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സാഹചര്യങ്ങൾ വരുവാനുള്ള യോഗം കാണുന്നു. 9ാം ഭാവത്തിലേക്കാണ് വരുന്നത് ഭഗവാന്റെ സാന്നിധ്യം. ബിസിനസ്സുകാരുടെ ഇപ്പോഴത്തെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും അത് കുറച്ചുകൂടി ഒരു ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. എല്ലാ കാര്യത്തിലും ശ്രദ്ധയും സൂക്ഷ്മതയും വേണം. വളരെ അന്വേഷണത്തിന് ശേഷം മാത്രമേ വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടാവൂ. വിദ്യാർത്ഥികൾക്ക് അലസത കൂടുമെങ്കിലും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് മൂലം പരീക്ഷയ്ക്ക് വിജയസാധ്യത ഉറപ്പുവരും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യമാണ്. രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നവർക്ക് അപവാദം കേൾക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തൊഴിൽ സ്ഥലത്തെ ജോലിഭാരം അല്പം കൂടുതലാവും.
പഴയ ലോണുകൾ തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞുള്ള അറിയിപ്പുകൾ ലഭിക്കും. സുഹൃത്തുക്കളുമായി വാദപ്രതിവാദത്തിന് പോകരുത്. ഒരിക്കലും ജാമ്യം നിൽക്കരുത്. ഇപ്പോഴുള്ള വീട് വിറ്റ് ബാധ്യതകൾ തീർക്കുന്നതിന് ശ്രമിക്കും. സാമ്പത്തിക കാര്യങ്ങൾ ഒരുവിധം മുന്നോട്ട് പോകും. വേണ്ടപ്പെട്ടവർ വീണ്ടും കടം തന്ന് സഹായിക്കുമെങ്കിലും പണം കടം വാങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പൗർണമി നാളിലും അതുപോലെ പൂജ്യം നാളിലും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക. സ്കന്ദഷഷ്ടി കവചം നിത്യം ചൊല്ലുക. വേൽമാർ ശ്ലോകം ചൊല്ലുക. അതുപോലെ തന്നെ തൈപ്പൂയ നാളിൽ കാവടിയെടുത്ത് മനസ്സറിഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവ യോഗം ആകും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ഥാവര ജംഗമ വസ്തുക്കൾ ആർജിതമാകും. തൊഴിൽ രംഗത്ത് തൊഴിൽ രഹിതർക്ക് ജോലി ലഭിക്കും. ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. അനുകൂലമായ സ്ഥലമാറ്റം വരും. നറുക്കെടുപ്പിലും സമ്മാന പദ്ധതികളിലും വിജയം വരും. ഗൃഹപ്രവേശനം അതിനുള്ള തീയതി നിശ്ചയിക്കും. വീട്ടിൽ ആഡംബര വസ്തുക്കൾ വന്നു ചേരും. വാഹനം ഇവ വാങ്ങുവാനുള്ള സാഹചര്യവും വന്നു ചേരും. കുട്ടികളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യവും വന്നു ചേരും. വിവാഹ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് പ്രണയിതാക്കൾക്കും വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവരുടെ വിവാഹത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ബിസിനസ്സുകളിൽ അഭിവൃദ്ധിയും ബിസിനസ് വിപുലീകരിക്കുവാനുള്ള സാധ്യതയും വന്നു ചേരും. പൊതുവെ പറഞ്ഞാൽ ഈ തൈപ്പൂയ നാളിലെ പ്രാർത്ഥന ഒരുപാട് ഗുണഫലങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ തീർച്ചയായും സുബ്രഹ്മണ്യ സ്വാമിയെയും ദുർഗാമായെയും പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ ഗുണഫലങ്ങളും നൽകും. ധനുരാശി എന്ന് പറയുമ്പോൾ ലോൺ എടുത്ത പണം തിരിച്ചടയ്ക്കുവാനായി കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. എങ്കിലും സമയത്ത് തന്നെ അടച്ചു തീർക്കുവാൻ സാധിക്കും. വീടിൻ്റെ സ്ഥാവര സ്വത്തുക്കൾ കടപ്പെടുത്തേണ്ടതായി വന്നിരിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ ജീവിത പങ്കാളിയുടെ സഹായം ലഭിക്കും. നിലവിലുള്ള തൊഴിലുപേക്ഷിച്ച് പുതിയ തൊഴിൽ കണ്ടെത്തുവാൻ ശ്രമിക്കും. ശ്രമപ്പെട്ട് തൊഴിൽ നേടും. അനുകൂല സ്ഥലം മാറ്റത്തിന് കാത്തിരിക്കേണ്ടതായി വരും. ഔദ്യോഗിക പദവി സംരക്ഷിക്കുവാൻ നിയമസഹായം തേടേണ്ടി വരും. ദമ്പതികൾ തമ്മിൽ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. കുട്ടിയുടെ ജനനം വീട്ടിൽ സന്തോഷത്തിന് വഴിയൊരുക്കും. അവിവാഹിതർക്ക് വിവാഹാലോചനകൾ വരും. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കും. വാഹനങ്ങൾ ഓടിക്കുന്നവർ അല്പം നിയന്ത്രണം പാലിക്കണം. ബിസിനസ്സിൽ ഉദ്ദേശിച്ച പുരോഗതി വരുന്നതിന് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ ഗുണഫലങ്ങൾക്കും സഹായകമാവും. പൊതുപ്രവർത്തകർക്ക് വിമർശനങ്ങളെ അതിജീവിക്കാനുള്ള സാഹചര്യം വന്നു ചേരും. പൊതുവേ പറഞ്ഞാൽ ധനുരാശിക്കാർക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് പോലെ മാർഗസ്ഥാനം തെളിഞ്ഞു വരികയും വ്രതമെടുത്ത് പ്രാർത്ഥനകൾ ചെയ്യുന്നതോടുകൂടി ഉദ്ദേശിക്കുന്ന രീതിയിൽ വ്യാഴം പിഴച്ചു നിൽക്കുകയാണെങ്കിൽ പോലും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തോടെ പഴയ ആ പ്രൗഢിയും പ്രതാപവും തിരിച്ചെടുക്കുവാനുള്ള സാഹചര്യം ഭഗവാൻ നൽകും. പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുക. മകരം രാശി എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിത ചെലവുകൾ വന്നു ചേരും. കഠിന പ്രയത്നം കൊണ്ട് സ്ഥിര വരുമാനം ഉണ്ടാകും. ശുഭമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അതായത് വിവാഹം, ഗൃഹപ്രവേശം, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്തുക, കുടുംബപരദേവതയുടെ ആഘോഷങ്ങൾ ഇവയെല്ലാം നടത്തേണ്ട പോലെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രത്യേകം കാവടി ഗ്രൂപ്പായിട്ട് തന്നെ കൂട്ടക്കാവടി നടത്തുന്നതിന് നേർച്ചയായി തന്നെ കാവടി നടത്തുവാനുള്ള യോഗം വന്നു ചേരും. മേളങ്ങളൊക്കെ ഏർപ്പെടുത്തുവാനുള്ള ഒരു സാഹചര്യം ഈ വർഷം സാധിക്കാത്തവർക്ക് അടുത്ത വർഷം അത് ചെയ്യുവാനുള്ള ഒരു അവസരം ഭഗവാനോട് ചോദിച്ച് വാങ്ങുന്നതായിരിക്കും. അത്രയ്ക്ക് ഗുണഫലങ്ങൾ ഈ കാവടിയോടുകൂടി അല്ലെങ്കിൽ ഈ തൈപ്പൂയ നാളിൽ അനുഭവത്തിൽ വരും. ഔദ്യോഗിക ഭാരം കുറയും. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും. രോഗപീഠകൾ കുറയും. അലസത മാറിക്കിട്ടും. വിദ്യാർത്ഥികളുടെ ഉപരിപഠന സാധ്യത തെളിഞ്ഞു വരും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം തെളിഞ്ഞു വരും. പൊതുവേ പറഞ്ഞാൽ പണത്തിൻ്റെ ചിലവുകൾ വരുമെങ്കിലും
അനുകൂലമായ ഒരു സാഹചര്യം സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് മൂലം, തൈപ്പൂയ നാളിൽ വ്രതമെടുക്കുന്നത് മൂലം എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവ യോഗത്തിൽ ആവും. മുരുകനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ഫലങ്ങളും പൂർണ്ണ അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. സമസപ്തമ രാശിയിലുള്ളവരുമായി സന്തോഷത്തോടെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വിജയത്തിൻ്റെ കാവടി ഗ്രൂപ്പുകളുടെ വിജയത്തിന് സഹായകമാകും. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്രതമെടുക്കുന്നത് മൂലം, കാവടിയാടുന്നത് മൂലം, തൈപ്പൂയ ആഘോഷങ്ങൾ, പൗർണമി വ്രതമൊക്കെ എടുക്കുന്നത് മൂലം എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയമുണ്ടാകും. ഭൂമി, വീട്, വാഹനം ഇവ ലഭിക്കും. അതുപോലെ തന്നെ ജോലിയില്ലാത്തവർക്ക് ജോലി സാധ്യതകൾ തെളിഞ്ഞു വരും. സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഓർഡറുകൾ ലഭിക്കും. ലോട്ടറി ഭാഗ്യമുണ്ടാകും. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. ബിസിനസ്സിൽ ലാഭമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം പ്രതീക്ഷിക്കാം. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയം. വിദേശത്ത് ജോലി, വിദേശത്ത് സ്ഥിരമായി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരു സാഹചര്യം. പൊതുവേ പറഞ്ഞാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി 5ാം ഭാവത്തിൽ നിൽക്കുന്ന മുരുകൻ എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകും. ചന്ദ്രൻ 6ാം ഭാവത്തിൽ ആണെങ്കിൽ പോലും പൗർണമി നാളിൽ പ്രാർത്ഥന ചെയ്യുന്നത് മൂലം എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവ യോഗ്യമാകും. മീനം രാശി. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപരമായി ചിന്തിച്ച് ലാഭം കിട്ടുന്ന മേഖലകളിൽ പണം നിക്ഷേപിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. ചതി പറ്റുവാൻ ഇടയുള്ളത് കൊണ്ട് പ്രത്യേകം മുരുകനെ പ്രാർത്ഥിക്കുന്നത്, മുരുക 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 എന്ന് ഈ തൈപ്പൂയ നാളിൽ പ്രാർത്ഥിക്കുന്നത്, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അഭിഷേകം നടത്തുന്നതൊക്കെ നന്നായിരിക്കും. ബുദ്ധിപരമായി ചിന്തിച്ച് ലാഭം കിട്ടുന്ന മേഖലകളിൽ പണം നിക്ഷേപിക്കുന്നതും നല്ലതാണ്. തൊഴിൽരഹിതർക്ക് ജോലി ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കും. പണം കിട്ടാനുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. കുടുംബത്തിലെ പൂർവ്വ സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ നല്ല ലാഭം പ്രതീക്ഷിക്കാം. വിദേശ യാത്ര ആനുകൂല്യങ്ങളെല്ലാം വന്നു ചേരും. പൊതുപ്രവർത്തകർക്ക് അല്പം കാത്തിരുന്ന് എല്ലാ നന്മകളും അനുഭവ യോഗമായി തീരും. പൊതുവേ പറഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മദിനത്തിൽ എല്ലാവിധ പ്രാർത്ഥനകളും നടത്തി വ്രതമെടുത്ത് പൗർണമിയും കൂടി ആഘോഷിക്കുമ്പോൾ 27 നക്ഷത്രക്കാർക്കും, അതായത് 12 രാശിക്കാർക്കും ഗുണഫലങ്ങൾ ഉണ്ടാകും. ആ ഗുണഫലങ്ങൾ അടുത്ത തൈപ്പൂയം ആഘോഷിക്കുവാൻ എല്ലാവർക്കും വേണ്ട ഊർജവും ഉണർവും ഉന്മേഷവും നൽകും. സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രാർത്ഥന മൂലം എല്ലാ ശത്രുദോഷങ്ങളും മാറി എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഹരഹരോ ഹരഹര. പഴനി വേലായുധ സ്വാമിക്ക് ഹരഹരോ ഹരഹര. പുന്നുതേനാവൃത്തപ്പ സുബ്രഹ്മണ്യ സ്വാമി എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.